പാക്കിങ് ഈസി ആക്കി തരണത് അവൻ. സഹായിക്കുന്നതാണ്. കൊച്ചിനറിയാം അമ്മാമ്മനെ സഹായിക്കാൻ ആരില്ല, കൊച്ചു മാത്രമേ ഉള്ളൂ. എന്റെ മോൻ അമ്മാമ്മ സാധനങ്ങൾ എടുത്ത് വെക്കുന്നത് നമുക്ക് വീട്ടിൽ പോണ്ടേ. ഓരോ സാധനങ്ങൾ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എവിടുന്ന് മോനി മറ്റേ ആശുപത്രിയിലെ പാട്ട്. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിപ്പോഴും ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടില്ല. മൂന്നാമത്തെ ദിവസമാണ്. ഇപ്പം ഒന്ന് എല്ലാവരും ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. വേദനകളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു, എന്നാലും ഉണ്ട്. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ആളില്ലാത്തായിരുന്നു. തക്ക് തന്നെ അഡ്ജസ്റ്റ്മെന്റ് എടുക്കാൻ ഞാൻ തന്നെ എടുക്കാം, വേറെ ആരും ഇല്ല എടുത്തു തരാനും ഒന്നിനും ആരുമില്ല. അപ്പൊ പിന്നെ രണ്ടുപേരും ഉറങ്ങലാണ്. ഒരാൾ ഉറങ്ങി എണീറ്റ് നൊളിക്കുമ്പോഴേക്ക് അടുത്ത ആൾ ഉറങ്ങിയ ആൾ ആ സൗണ്ട് ആയിട്ട് അടുത്ത് എനിക്ക് രണ്ടുപേരും നല്ല മേളനുള്ളത്. അതുകൊണ്ട് രാത്രി സത്യത്തിൽ ഉറക്കല്ലേ. രാത്രിയില്ല പകുതിയില്ല ഉറക്കം. ഇപ്പൊ അമ്മച്ചിയുണ്ട്, പിന്നെ അവിടുത്തെ അമ്മച്ചിയുണ്ട്. അങ്ങനെ രണ്ടുമാരും കൂടിയാണ് അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോണം. ഇനിയിപ്പോ എന്തൊക്കെ ആവോ. പിന്നെ ഉണ്ണിയെ ഉണ്ണിയെന്ന് വിളിച്ചേ. ഉണ്ണിയെ ഉണ്ണിയെ മതി ഉണ്ണി ഉണ്ണി. BCG എടുത്തിട്ടുണ്ട്. പിന്നെ വാവയ്ക്ക് മറ്റേ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. മഞ്ഞപ്പ്, പിന്നെ തൈറോയിഡ് ടെസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ ആള് നൊലൊളിച്ച അവസ്ഥയായി വന്ന് കിടക്കണ്. അതിന്റെ റിസൾട്ട് വന്നാലേ നമുക്ക് അറിയാം ഡിസ്ചാർജ് ആവും. ശരിക്കും ഇന്ന് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ആണ്. അതായത് ഉണ്ണിയുടെ റിസൾട്ടും ബ്ലഡിലും എനിക്ക് ഇപ്പൊ നമ്മുടെ ആദ്യം ചേട്ടതേ അവന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുണ്ടാ. അവൻ എനിക്കും അപ്പൊ പ്രശ്നം. ചേട്ടനേക്കാളും കഷ്ടമായി. അതന്നെ ഈ വീട്ടിൽ ചെല്ലുമ്പോ ഇപ്പൊ രണ്ടമ്മമാരുള്ള കാരണം ഒരമ്മ എടുക്കും, ഒരാള് അടുത്തമ്മ എടുക്കും. പിന്നെ ഇവരെ പിടിച്ചെങ്കിൽ ടർക്കിന്റെയും ഷീറ്റിനൊക്കെ പിടിച്ച് വയ്ക്കേണ്ട, കണ്ണു വെച്ചിരിക്കണം. പിന്നെ ഉമ്മ കൊടുക്കാൻ പറ്റും. ഉമ്മ കൊടുത്ത കമ്മനോട് കിടന്ന അങ്ങനത്തെ എന്തൊക്കെയാവോ. വീട്ടിൽ ചെന്ന് കഴിയുമ്പോ മറ്റേ ചേട്ടനെ കൂടി വന്നു കഴിഞ്ഞാൽ രണ്ട് ചേട്ടന്മാരും കൂടി അയ്യനും പരിപ്പളൊക്കെ ആവോ. ഉണ്ണി 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 എന്ന് വിളിച്ചിട്ടേ രണ്ടുപേരും കൂടി ശരിയാക്കും. ദൈവത്തിനറിയാം. അപ്പൊ ഇന്ന് കുഴപ്പങ്ങളൊന്നും, ദൈവം സഹായിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾ അനുഭവിച്ചിട്ട്. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടായാലും വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ ഇന്ന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ആവും. ബ്ലഡ് ടെസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പറയാന്ന്, കുഴപ്പമില്ലെങ്കിൽ ഡിസ്ചാർജ് ആവാന്ന് പറഞ്ഞ. പക്ഷെ ചിലപ്പോൾ രാത്രിക്കായിരിക്കും റിസൾട്ട് വന്നു കഴിയുമ്പോൾ. അമ്മച്ചി ഇവര് ഫുഡ് കഴിക്കാൻ പോയേക്ക. അമ്മച്ചിക്കാണെങ്കിൽ ഒട്ടും റെസ്റ്റ് ഇല്ല കേട്ടോ. ഇവനാണെങ്കിൽ റൂമിൽ കയറില്ല. ഇവൻ റൂമിലേക്ക് കയറുമ്പോൾ അമ്മച്ചി റൂമിലേക്ക് കയറുമ്പോഴേക്കും ഇവൻ വീണ്ടും കൊണ്ടുപോകും. വീണ്ടും അത് നടന്ന് വയ്യാണ്ടായിട്ടുണ്ട്. ഇവന് റൂമിലിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ നടക്കണം. ഈ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇപ്പം ഞാൻ ഇവിടെ കിടക്കുമ്പോൾ കുഴപ്പമില്ല. ഞാൻ കിടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ എനിക്ക് നടന്നു കഴിഞ്ഞാൽ അവന് എൻ്റെ അടുത്തേക്ക് വരണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് അവസ്ഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറും. അമ്മച്ചി തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാവോ ദൈവത്തിനറിയാം. എന്തായാലും ദൈവം എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ദൈവം വളരെ നമ്മളെ അനുഗ്രഹിച്ചെന്ന് തന്നെ പറയാം. കാരണം അവൾക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത് 1 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് ഉണ്ണി തിരിഞ്ഞ് വന്ന് നോർമലാക്കി ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ദൈവം നമ്മളെല്ലാ കാര്യത്തിനും സഹായിക്കാണ്ടിരിക്കും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കല്ല, അത് ദൈവം തന്നെ അറിഞ്ഞത്. കാരണം അത്രമാത്രം ഞാൻ രാത്രി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഇവളങ്ങ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്ന പാദമുട്ടിന്റെ കാര്യമായാലും ഞാനും നോർമലാണെങ്കിൽ അവന് 2 ഇത്തിരി ചോറെങ്കിലും അരി കൊടുക്കാൻ എനിക്ക് വരാൻ പറ്റും. ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. രാത്രി മുഴുക്കലും ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് ദൈവം നേരെ മറ്റ് അറിഞ്ഞ് തന്നെ അനുഗ്രഹം തോന്നും. ഞാൻ ലേബർ റൂമിലിരുന്ന് തന്നെയായിരുന്നു പ്രാർത്ഥിക്കുന്നത്, ദൈവം എന്താ ചെയ്യാമോ. പക്ഷെ രാത്രി ഫുള്ളും ഇതെല്ലാം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നഴ്സുമാരെന്നോട് റൂമിൽ പോയിരുന്നു, ഇവനും കൊണ്ട് റൂമിൽ പോയിരുന്നു. അവർ വിളിക്കാന്ന് പറഞ്ഞു. അവർ വിളിക്കാതിട്ട് ഇവിടെ സമ്മതിച്ചില്ല. ഉണ്ണി ഉറങ്ങണാനും കൊണ്ട് എനിക്ക് വരാന്ന് പറഞ്ഞു. പിന്നെ ആ ടെൻഷൻ അടുപ്പിക്കാൻ മാത്രം അറിഞ്ഞില്ല. കാരണം വിവരം അറിയാൻ വേണ്ടി താഴെ ചെന്നപ്പോൾ ഇവള് പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ സത്യത്തില് ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഉണ്ണീനെ തരാൻ ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോ ഞാൻ മറ്റേ ലാബ് റൂമിൽ എടുക്കുമ്പോ അവര് പറയുന്നുണ്ട് പുറത്താരില്ല എന്ന്. അത് ഇവള് തന്നെ നഴ്സുമാരോട് പറഞ്ഞത് ഞങ്ങളെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവൻ കിടന്ന് 6 മാസം ഉറങ്ങായിരുന്നേ. അപ്പൊ അവനെ എണീറ്റ വാശി എടുക്കും. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഡോക്ടറോട് വന്നപ്പോ ഡോക്ടർ അത് നന്നായില്ലേ, അമ്മച്ചിക്കൊന്നും അത്ര ടെൻഷൻ അടിക്കാണ്ട് ഒത്തില്ല. പിന്നെ വിവരം അറിയാൻ വേണ്ടി ചെന്നപ്പോ പറയുന്നത് പ്രസവിച്ചു.
പിന്നെ എല്ലാവരും സിസേറിയൻ പ്രതീക്ഷിച്ചിരുന്നു. ഡോക്ടർ നഴ്സുമാരും ഒക്കെ തന്നെ അത്ഭുതപ്പെട്ടു പോയി പറയാം. കാരണം ഡോക്ടർ അവിടെ പേഷ്യൻറ്റിനെ നോക്കാൻ അവിടെ പോയിരുന്നത് വന്നിട്ട് സർജറി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്. പെട്ടെന്നായിരുന്നു അവർക്ക് വേദന വന്ന് മുന്നിൽ തിരിഞ്ഞ് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. രാത്രിയിൽ ഞാൻ അപ്പച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റെപ്പ് ഞങ്ങൾ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ ഉണ്ണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ചു പോയി. പിന്നെ ടൈമിൽ ഉണ്ണി തന്നെ നേരത്തും അവിടെ ലേബർ റൂമിൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഇവളെന്നെയാണ് വിളിപ്പിക്കാതിരുന്നത്, ഉണ്ണി നോല് വിളിക്കുന്നു പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിനോട് ആരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങൾക്ക് ഉണ്ണിനെയാണ് അവർ കയ്യിൽ തന്നത്. പ്രഷർ കൂട്ടാൻ അതന്നെ ഡോക്ടറും പറഞ്ഞ അമ്മച്ചിക്ക് അത്രയ്ക്ക് ടെൻഷൻ അടിക്കാണ്ട് എത്തിയില്ലായിരുന്നു. ഇതാണ് സാധനം നീ കൈ പിടിച്ചേക്കണ. ഉണ്ണീടേണോ അത്? ഉണ്ണീടേണോ? ഉണ്ണീടെ എന്തിട്ട് വള? ഏതുണ്ണി? വളയിടാൻ വന്നിട്ട് ഉണ്ണിക്ക് ഉമ്മ കൊടുത്ത ഉമ്മ. അയ്യോ മതി മതി. വലിയ സ്നേഹപ്രകടനം വേണ്ടല്ലേ? അപ്പൊ ചെപ്പയാ നമ്മളെങ്ങടെ പോണേന്ന്? ഉണ്ണിയുടെ ഇയർ ടെസ്റ്റിന് പോകണം. മുകളിലേക്ക് ലിഫ്റ്റിൽ പോകണം. ഇനി അവിടെ ചെന്നിട്ട് അവൻ്റെ ഒരു കൂട്ടക്കറച്ചിലുണ്ടാവും. അറിയേണ്ടതുണ്ടാവും. അതിങ്ങനെ വിഷയം വെച്ചിങ്ങനെ നോക്കണ്ടല്ലോ. കിടക്കണ്ടേന് മുതല് ഈ ലിഫ്റ്റിലെങ്ങ പെട്ടുപോയാലോ നമ്മള് അവിടെ കിടക്കും. ഇവിടെ പെട്ട കുഴപ്പമില്ല. ഇവിടെ രണ്ട് നിലയല്ലേ ഉള്ളൂ. ഇവിടെ വേറെ വല്ല ആശുപത്രികളിലാണെങ്കിൽ എത്ര നിലകളാ. ഇപ്പൊ അവിടെ തന്നെ അമ്മച്ചി സ്റ്റെപ്പ് കയറി ഇറങ്ങും. അതുകൊണ്ടാണ് ഞാനും കൂടി പോകുന്നേട്ടാ. ലിഫ്റ്റിൽ കയറ്റി കൊണ്ടുപോകും. ലിഫ്റ്റിൽ തന്നെ പോകാൻ പേടിയാ. അതന്നെ എങ്ങാ പെട്ടെന്ന് കരണ്ട് അവിടെ പെട്ടെടുക്കും. കിടന്നിട്ടില്ലേ തരാം. നല്ലൊരു പേടി. പിള്ളേരെ ഫോൺ കാണിക്കുന്നത് കേട്ടില്ലേ അമ്മച്ചി? ചേട്ടനെതിരാണ് പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും കേൾക്കാൻ പോകും. ഹൈഡി ഇല്ലാണ്ട് പറ്റില്ല. ഹസി ചേട്ടന് ഇയർ ടെസ്റ്റ് കഴിഞ്ഞു. ഒരു പുസ്തകം തന്നിട്ടുണ്ട്, ന്യൂ ബോൺ ഹിയറിംഗ്. ഇത് വായിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നിട്ടാണ് 5 വയസ്സ് വരെ സംസാരിച്ചില്ലെങ്കിൽ 2 വയസ്സ് വരെ 2 വയസ്സ് സംസാരിച്ചില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അത് മുന്നേ മനസ്സിലായില്ല. ചേട്ടൻ നല്ല പിടിപിടുന്ന് ഡോറടിക്കും പണിയും ഞെട്ടുന്നത്. പിന്നെ TV കാണിക്കരുത്, ഫോൺ കാണിക്കരുത്. 5 വയസ്സ് വരെ TV ഫോണും കാണിക്കരുത്. ഇപ്പോഴത്തെ പിള്ളേര് ഫോണും TV ഇല്ലാണ്ടിരിക്കും. ഇരുന്നത് തന്നെ. ഉണ്ണി ഏത് വിളിച്ചേ? അങ്ങോട്ട് കേറാനാണ് ഇപ്പൊ നോക്കണേ. ഉണ്ണിയെ അസിക്കുട്ടേനെ വെച്ച് ഉണ്ണി ഇതേ പോണു. അത് ബേബി കസേരയൊക്കെ അവിടെ വെച്ചോ, നമുക്ക് വീട്ടിൽ പോവാം. സാധനങ്ങളൊക്കെ എടുത്തു വെക്കി. ഇവിടുത്തെ വിളയാട്ടം കഴിഞ്ഞു. ഇറങ്ങിക്കോ, പോവാ. ഡാ അവൻ വലിയില്ലേ? നമ്മളിവിടെ ഇഷ്ടായി. നല്ല സുഖമല്ലോ. രാവിലെ ഇറങ്ങാൻ, വൈകുന്നേരം വീട്ടിൽ കയറാം. അതന്നെ, റൂമുകളിലെ എല്ലാ ആൾക്കാരെയും സിസ്റ്റർമാരെയും കയറി ഇറങ്ങിയിട്ട് വെച്ച് കണ്ടുപിടിച്ചു. എന്റെ ദൈവമേ. അമ്മാമ്മക്ക് കുഴപ്പമില്ല, പോകാനും കുഴപ്പമില്ല. പിന്നെ അമ്മച്ചിക്ക് ഓരോ സാധനങ്ങൾ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെന്ന മോനി മറ്റേ ആശുപത്രിയിലെ പാർട്സ് ഒക്കെ ഉണ്ടോ? മേബി അമ്മാമ്മയോട് പൊക്കോ, വരന്തരപ്പള്ളിക്ക് പൊക്കോ വരന്തരപ്പള്ളിക്ക് ഇങ്ങായിട്ട് പുറത്ത് അല്ല മറ്റേ ലേബർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ പറഞ്ഞിട്ടില്ലേ, ഞാൻ ജൂൺ 8-ാം തീയതിക്ക് ടിക്കറ്റ് എടുത്തതാണ്, നീ ക്യാൻസൽ ചെയ്യണ്ടായിരുന്നു. ശോ, നിനക്ക് അവര് പറഞ്ഞ നിന്നെ സന്തോഷിപ്പിച്ച് വിടാന്ന് വെച്ചാൽ പറഞ്ഞത്. കാണിക്കണേ എവിടെ എവിടെയാണോ നിർത്താ? എന്റെ മോനെ അമ്മാവ സാധനങ്ങൾ എടുത്ത് വെക്കണേ, നമുക്ക് വീട്ടിൽ പോണ്ടേ?
അതിനെടുത്തിട്ട് പൊന്ന അതൊക്കെ നമ്മ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാ. ചലക്കാനുള്ളതൊക്കെ മറ്റേ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇതിലേക്കിട്, അതന്നെ ഇതിലേക്കിട്. ഈ തുണി ഇടുന്ന ദൈവമേ, അത് നിന്റെ മൂത്രമൊഴിച്ച തുണി അതവിടെ വെക്കേ. ബക്കറ്റിലല്ലാ തുണി എടുത്തിടാ കഴുകാൻ. അമ്മിച്ച് ബക്കറ്റില് മറ്റേ വാഷിംഗ് മെഷീനിൽ ഇടാൻ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടല്ലോ. കൊച്ചിനെ എന്തിന് ഇടാന്നറിയോ? അതെ, അടുത്ത ബക്കറ്റ് കിട്ടും. അമ്മച്ചിക്ക് പാക്കിങ് ഈസി ആക്കി തരണത് അവൻ. സഹായിക്കുന്നതാണ്. കൊച്ചിനറിയാം അമ്മാമ്മനെ സഹായിക്കാൻ ആരുമില്ലെന്ന്, കൊച്ചു മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജായി. ഈ ബില്ല് ഫാർമസിക്ക് മരുന്ന് കൊടുക്കാനുണ്ട്, പിന്നെ എന്നിട്ടാണ് ബില്ലടയ്ക്കാനുണ്ട്, ടാക്സി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാം. ബ്ലഡ് റിസൾട്ട് കിട്ടാൻ ഇപ്പം കിട്ടിയുള്ളൂ. അപ്പം ഇനി ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാം. ഇനി വീട്ടിലാണ് ഞങ്ങൾ. ആദ്യം ബേബി വിട്ടിട്ട് ബില്ലടയ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. ഗൈസ് ടാറ്റാ ബൈ ബൈ, സീ യു. ഹോസ്പിറ്റൽ ലിഫ്റ്റ് അപ്പം നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി. ഇനി വീട്ടിലെത്തിയണ്ട് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. കുറച്ച് പണി പരിപാടികളൊക്കെ ഉണ്ട്, ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.